ഹേയ് സുഹൃത്തുക്കളെ, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചെറിയൊരു വിഷുവിൻ്റെ വ്ളോഗാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ വിഷുവിന് വേണ്ടിയിട്ടുള്ള പർച്ചേസും വിഷു വിശേഷങ്ങളും ഒക്കെയാണ് എൻ്റെ വീഡിയോയിൽ ഇന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാനും മോളും കൂടി ലുലുവിൽ കയറി സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവന്തിക യാത്ര കഴിഞ്ഞിട്ട് വന്നതുകൊണ്ട് തന്നെ നല്ല ക്ഷീണമായതുകൊണ്ട് അവൾ കാറിൽ കിടന്ന് തന്നെ ഉറങ്ങുമായിരുന്നു. ഞാനും മോളും കൂടെ സാധനം എല്ലാം മേടിച്ചു. അപ്പം ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ന് എൻ്റെ ബർത്ത്ഡേ കൂടിയായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എണീറ്റു. ഒരു 3:45 ആയപ്പോൾ എണീറ്റ് കുളിച്ച് അതിന് ശേഷം വന്നിട്ട് കണി ഒരുക്കി. എല്ലാവരും പോലെ ഇങ്ങനെ രാത്രി തന്നെ ഞാനെല്ലാം ഒരുക്കി വെക്കാറില്ല. രാവിലെ എണീറ്റ് കുളിച്ചതിന് ശേഷം മാത്രമാണ് വിഷുക്കണി എല്ലാം ഒരുക്കുന്നത്. അതിപ്പോഴല്ല, പണ്ട് പോലെ അങ്ങനെ തന്നെയാണ് ഞാൻ സാധാരണ ചെയ്യാറുള്ളത്. അപ്പോൾ പലരും പല രീതിയിലായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇനി എനിക്ക് മക്കളെ വിളിക്കാനുണ്ട്. അപ്പം ഞാൻ മൂത്ത ആളെ വിളിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ അവൾ നല്ല ഉറക്കത്തിലായിരുന്നു. ഓൾറെഡി അവൾ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുള്ളത് ക്ഷീണത്തിലുമായിരുന്നു. അപ്പം ആളിങ്ങനെ പതുക്കെ വരികയാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നൊരു 3-4 വർഷത്തിന് ശേഷമാണ് വിഷുക്കണി തന്നെ കാണുന്നത്. പിന്നെ ഞങ്ങൾ ഒരുമിച്ചുള്ളൊരു വിഷു എന്ന് പറഞ്ഞാലും ഏകദേശം ഒരു 7 വർഷമെങ്കിലും ആയിട്ടുണ്ടായിരിക്കും. ഇടയ്ക്ക് ഞാനിവിടെ വന്നതിന് ശേഷം ഒരിക്കലും ഞാൻ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ഈ ഒരു സമയത്ത്. പക്ഷെ അന്ന് വിഷുക്കണി ഒന്നും വെച്ചതായിട്ടൊന്നും ഞാൻ ഓർക്കുന്നില്ല. അപ്പം ശരിക്കും ഞങ്ങൾ 8 വർഷത്തിന് ശേഷമാണ് ഞാനും മക്കളുമൊക്കെ ഒരുമിച്ചൊരു വിഷു തന്നെ ആഘോഷിക്കുന്നത്. ഇനി അടുത്ത ആളെ എനിക്ക് വിളിച്ചുകൊണ്ട് വരാനുണ്ട്. അപ്പം ഞാൻ ദച്ചുവിനെ വിളിച്ചുകൊണ്ട് വരികയാണ്. ദച്ചു നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പോൾ ആൾ വന്നിട്ടിങ്ങനെ കണ്ണടച്ച് വന്ന് കണ്ണിങ്ങനെ തുറക്കുമ്പോഴത്തേനും ചേച്ചി അവിടെ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇടയ്ക്ക് കണ്ണ് തുറന്ന് നോക്കിയിട്ട് ചേച്ചീനെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പം ഒരു നല്ല രീതിയിൽ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാവട്ടെ. അപ്പം കുഞ്ഞ് നിന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം എന്നെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഞാനും അവൾക്ക് തിരിച്ചൊരു ഉമ്മയൊക്കെ കൊടുത്തു. അപ്പം അതിന് ശേഷം എന്നെ ഉച്ചക്കത്തേക്കുള്ളൊരു മക്കൾ എൻ്റെ അടുത്തുണ്ടായതുകൊണ്ട് തന്നെ ഇന്ന് എല്ലാ സദ്യയും ഞാൻ ഉണ്ടാക്കി. അപ്പം ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ് ഞാൻ ഉണ്ടാക്കിയെന്നുള്ളത്. ഇന്നെനിക്ക് ശരിക്കും ഹോളിഡേ ഒന്നുമല്ല, പക്ഷെ മക്കൾ വന്നതുകൊണ്ട് തന്നെ ഞാൻ ഹോളിഡേ എടുത്തതാണ്. അപ്പം ഞാൻ അവരുണ്ടായതുകൊണ്ട് തന്നെ എല്ലാ സദ്യ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഫസ്റ്റ് വാഴയില, അതിന് ശേഷം ശർക്കര വരട്ടി ഉപ്പേരി, പിന്നെ പച്ചടി, പിന്നെ കിച്ചടി, പിന്നെ തോരൻ, പിന്നെ മെഴുക്ക് വരട്ടി, പിന്നെ ഞങ്ങളുടെ നാട്ടിലൊക്കെയുള്ള കൂട്ടുകറി, പിന്നെ അവിയൽ, പരിപ്പ്, സാമ്പാർ, പിന്നെ ഇത് പുളിശ്ശേരിയാണ്. പിന്നെ പക്ഷേ ഇന്നൊന്ന് പരീക്ഷിച്ചു. ഇത് പൈനാപ്പിൾ പായസം. പിന്നെ ഞങ്ങളുടെ എല്ലാം ഫേവറേറ്റ് ആയിട്ടുള്ള കടലപ്പായസമാണ്. ഇത് കടലപ്പായസം. അപ്പോൾ ഇത്രയാണ് ഞാൻ വെച്ചത്. പിന്നെ പഴം, പപ്പടം, പിന്നെ അച്ചാറുകൾ, ഇത്രയും സംഭവങ്ങളാണ് മക്കളുള്ളത് കൊണ്ട് ഇന്ന് ഞാൻ സദ്യക്കൊരുക്കിയത്. ഞാനങ്ങനെ ലഞ്ചൊക്കെ പ്രിപ്പയർ ചെയ്ത് ഇപ്പം രണ്ടുപേരും ഇത്രയും നേരം ഇവിടെ ഇല്ലായിരുന്നു. ഇവർ ചെറിയ മേക്ക് ഓവറൊക്കെ ചെയ്യാൻ പോയേക്കുമായിരുന്നു. അങ്ങനെ രണ്ടുപേരും മേക്ക് ഓവർ ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഞാൻ മേക്ക് ഓവർ ചെയ്യാനൊന്നും പോയില്ല, പക്ഷെ സ്വന്തമായിട്ട് ഞാൻ മേക്ക് ഓവർ ചെയ്തതാണിത്. അപ്പോൾ കൊള്ളാവോ ഗൈസ്? പറയും. നിങ്ങൾ സുന്ദരികളാ. ചേച്ചി അനിയത്തിയും കൂടി ഇരുന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ലഞ്ച് കഴിക്കാനകത്ത് ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ ഞങ്ങളുടെ വിഷാഘോഷം ഏകദേശം ഇവിടെ തീരുകയാണ്. അപ്പം ഇനി എനിക്ക് പാത്രം കഴുകാനും ഒക്കെ ഉണ്ട്. ഇവരാരും എന്നെ സപ്പോർട്ട് ചെയ്യത്തില്ല. അപ്പോൾ ഇനി എനിക്ക് പാത്രമൊക്കെ കഴുകാനുള്ളതെല്ലാം അവിടെ കിടപ്പുണ്ട്. കുറച്ച് ഫോട്ടോ എടുക്കുന്ന ഒരിതിലായിപ്പോയി. അപ്പം സദ്യ പായസം ഹാങ് ഓവറിലാണ്. എവിടെയെങ്കിലും ചെന്ന് കിടന്നാൽ ഇപ്പോൾ ഫ്ലാറ്റ് ഉറങ്ങണം. ഞാൻ പായസം കുടിച്ചില്ല, കാര്യം കുറച്ച് ലേറ്റായി ഫുഡ് കഴിക്കാനായിട്ട്. കുറച്ച് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്തിരുന്നു. പിന്നെ അത് കാരണം ഫുഡ് കഴിക്കാൻ ലേറ്റ് ആയതുകൊണ്ട് പായസം കുടിക്കാമെന്നുള്ളൊരു മൂഡിലല്ലായിരുന്നു. നല്ലതായിട്ട് ഫുഡ് കഴിച്ചു. ഇനി വൈകിട്ട് വേണം പായസമൊക്കെ കുടിക്കാനായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വിഷു വിശേഷങ്ങൾ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും ഗൈസ്. അപ്പോൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഹാപ്പി വിഷു ബ്ലൂം.